ഒടുവിൽ ഇസ്രായേലിലെ ജെറുസലേം നഗരത്തിനും ഇറാൻ തീയിട്ട സ്ഥിതിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ജെറുസലേം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ നഗരമാണ്. ഈ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും ഉണ്ടായില്ല. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഈ ഫലസ്തീൻ്റെ ഗസയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവാറുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്നലത്തെ രാത്രി, അതായത് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് ശേഷമുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് ജെറുസലേം എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട പുണ്യ നഗരത്തെ കേന്ദ്രീകരിച്ചാണ്. 30-ലധികം ആക്രമണങ്ങൾ നടന്നു എന്നുള്ളതും അതിൽ 20 എണ്ണത്തിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. എന്നാൽ 10 മിസൈലുകൾ തന്ത്രപ്രധാന മേഖലയിൽ വീണു എന്നുള്ളതും വലിയ ബിൽഡിങ്ങുകളും മേഖലകളും തകർന്നു എന്ന് മാത്രമല്ല, തീപിടുത്തമുണ്ടായി. അത് തീ കെടുത്താൻ വേണ്ടി സാഹസപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ ഫയർഫോഴ്സ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. മരണം ഒരിക്കലും ഇസ്രായേൽ സ്ഥിരീകരിക്കില്ല. അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ മേഖലയിൽ നിന്ന് ഏകദേശം 100ഓളം കുടുംബങ്ങൾ ഇറങ്ങി ഓടുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതേപോലെ തന്നെ അവരുടെ വീട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന് ഏതെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബങ്കറുകൾ ഏറെക്കുറെ നിറഞ്ഞു കവിയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്രായേൽ നടക്കുന്ന വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന്, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്ന സമയത്ത് പരമാവധി വീടുകൾ നഷ്ടപ്പെടുന്ന, അതായത് വീട് എന്ന് പറയുന്ന സമയത്ത് ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് ഒരു ഫ്ലാറ്റ് തകർന്നു വീണാൽ ഏകദേശം 100-ലധികം കുടുംബങ്ങൾ വയ്യാധാരമാകും. ഇങ്ങനെ ഒരുപാട്, അതായത് 100 കണക്കിന് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഇറാൻ തകർത്തിട്ടുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ വീട് രഹിതരായിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ അവരിങ്ങനെ അലഞ്ഞു നടക്കുന്ന സ്ഥിതിയാണ്. അവർക്ക് സംരക്ഷണ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്താകുന്ന സമയത്ത് പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു വിഭാഗവും ബങ്കറുകളിൽ അഭയം തേടിയ രീതിയിലാണ്. എന്ന് വെച്ചാൽ ബങ്കർ സ്ഥിരവാസമാണ് എന്ന് ചുരുക്കം. അപ്പോൾ ബങ്കർ സ്ഥിരവാസമാകുന്ന സമയത്ത് പ്രശ്നം എന്താണ്? വീണ്ടും സൈറൺ മുഴങ്ങിക്കൊണ്ട് അവിടെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ബങ്കറിനെ ആശ്രയിക്കണം എന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ടാകുന്ന സമയത്ത് ബങ്കർ നിറഞ്ഞു കവിയുമ്പോൾ ബങ്കറിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി. അവിടെ വെച്ച് തന്നെ ഉന്തും തള്ളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. ഒരു കൂട്ടർ സ്ഥിരവാസം പോലെ ബങ്കറിനകത്ത് നിൽക്കുന്നു, മറ്റൊരു കൂട്ടർക്ക് അവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് സ്ഫോടനം നടക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ സർക്കാരിനും സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെടുകയാണ്. ഇപ്പോഴത്തെ ആ റിപ്പോർട്ട് ജെറുസലേം നഗരത്തിന് നേരെ ആക്രമണം നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായിരിക്കുന്ന മിസൈലാണ്. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നു, ബാലിസ്റ്റിക് മിസൈൽ എന്നും പറയുന്നു. ഇനി രണ്ടും കൊണ്ട് മിക്സ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായിരുന്നാലും 5 സ്ഫോടനങ്ങൾ 10 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാവുന്ന തരത്തിലാണ് ദൃശ്യമായത് എന്ന തരത്തിലാണ്. ഭൂമി കുലുക്കം പോലെ അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഉണ്ടായത്. പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിൽഡിങ്ങുകൾ തൊട്ടടുത്തുള്ള ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലേക്കൊക്കെ ഇതിൻ്റെ ചീളുപാളികളൊക്കെ ചെതറിപ്പോയിക്കുന്നു. അത്രയ്ക്ക് രീതിയിലുള്ള സ്ഫോടന ശബ്ദമാണ് ഈ മേഖലയിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഫോടനമാണ്, ഏത് തരത്തിലുള്ള മിസൈലാണ് ഇവർ ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ചൊന്നും ഒരു കൃത്യത പറയാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. അവർ ശരിക്കും 4 5 മിസൈൽ വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചില മീഡിയകളിലൊക്കെ 10 എണ്ണം ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. തലസ്ഥാന നഗരിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇപ്പോൾ ജെറുസലേം നഗരത്തെയാണ് ലക്ഷ്യം വെച്ചത് എന്നതല്ല. ഇവിടെ വിശ്വാസികൾ ഒരുപാട് തമ്പടിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് മരണസംഖ്യ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായത്. സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം ഈ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. ആ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏറെക്കുറെ അവർ അതിൻ്റെ പ്രദേശങ്ങളെ വീഴാനുള്ള സാധ്യതയുള്ള ഏരിയകളും കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആ ഏരിയയിലുള്ള ആളുകൾ തൊട്ടടുത്ത ബങ്കറിലേക്ക് മാറണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ പുറപ്പെടുന്ന സമയത്തും എത്താനുള്ള സാധ്യതയുള്ളതും, അതായത് വീഴാനുള്ളതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേലുണ്ട്. അപ്പോൾ മെസ്സേജ് ആയിട്ടാണ് ഒരു വാട്സപ്പ് മെസ്സേജോ സംവിധാനങ്ങളോ ആയിട്ട് വരും. ഇന്ന ഏരിയയിൽ ഇന്ന സമയത്ത്, അതായത് 5 മിനിറ്റിന് ശേഷം വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ ബങ്കറിൽ അഭയം തേടണം എന്നാണ്. എന്നാൽ ഇസ്രായേൽ വിവരം തരാത്ത ഒരു ഏരിയയിൽ ഇപ്പോൾ സ്ഫോടനം നടന്നു എന്നുള്ളത് ഇസ്രായേലിനെ വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അവർക്ക് പോലും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ
ഇസ്രായേലിൽ തന്നെ ഇത് ആഘോഷിക്കുന്നു കാണാൻ പറ്റും. വലിയ ആയിട്ടുള്ള ബിൽഡിങ്ങിൽ ഇപ്പോൾ വിവരം കിട്ടുകയാണെങ്കിൽ ഏരിയ തിരിച്ചുകൊണ്ടും സമയം തിരിച്ചുകൊണ്ടും പറയുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഏരിയയിൽ വരില്ല എന്ന് പറയുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടും ആകാശത്ത് നിന്ന് അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഇറാൻ്റെ മിസൈലിനെ പൊട്ടിക്കുന്നതൊക്കെ ചിത്രങ്ങളെടുത്ത് അതിങ്ങനെ ആഹ്ലാദിക്കുന്ന രീതികളൊക്കെ ചില ബിൽഡിങ്ങിൻ്റെ മേലെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്തരം മേഖലയും ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ഫ്ലാറ്റ് ബിൽഡിംഗ് സമുച്ചയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 10 നില 20 നില 25 നില അങ്ങനെ ഹൈറ്റായിട്ട് വരുന്നതാണ്. ഇടുങ്ങിയ പ്രദേശത്ത്, പ്രത്യേകിച്ച് നഗര പ്രദേശങ്ങൾ, തലസ്ഥാന നഗരിയായിരിക്കും തെല്ലവീവൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് വളരെ ഇടുങ്ങിയ പ്രദേശമായതുകൊണ്ട് അവർ ഹൈറ്റിലുള്ള ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കുക. ഇതൊക്കെ താമസിക്കുന്നവരാണ് കൂടുതലുണ്ടാവുക. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആഘാതം യഥാർത്ഥത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ പറയുന്ന, അതായത് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന രീതിയിൽ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു മേഖലയും ഇപ്പോൾ സുരക്ഷിതമല്ല. മാത്രമല്ല അവർ ആണവായുധം ശേഖരിക്കപ്പെട്ട ഏരിയകളിലൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ നൽകുകയാണ്. അത് ഏരിയകൾ തിരിച്ച് പറയുന്നിട്ടില്ല ഇന്ന ഏരിയ എന്നുള്ളത്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ, ആണവ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും ചോർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ചോർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും ഇറാൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു, അത് വിടുന്നതിനോടനുബന്ധിച്ചാണ് യുദ്ധം തുടങ്ങി, അതുകൊണ്ട് അത് ബാക്കി വിടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ പരമാവധി അവർ വിട്ടിട്ടുണ്ട്. ആ വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് ചാരന്മാരെ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇറാൻ സാധിക്കുകയും ആ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് സ്ഥലം ഏതാണെന്നുള്ളതും ഏരിയ ഏതാണെന്നും കൃത്യമായി ഇറാനിൽ അറിയാം എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രം ഇസ്രായേലിനെ ആക്രമിക്കാമെങ്കിൽ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം ഇറാൻ ആക്രമിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ഇറാൻ്റെ ചില ഈ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച സംബന്ധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ തലസ്ഥാന നഗരമായ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്. അവിടെ 100% ഇറാൻ്റെ സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥി സമരമാണ്, അല്ലെ പ്രതിഷേധ മാർച്ചാണ് നടന്നത്. അതോടൊപ്പം ബഹുജന മാർച്ചും അതിനോട് സംയുക്തമായി ചേർന്നു. പിന്നീട് അത് വലിയ രീതിയിലുള്ള ജനകീയ മാർച്ചായി മാറി. ഏകദേശം 75,000 മുതൽ 1.5 ലക്ഷം ആളുകളെങ്കിലും പങ്കെടുത്ത ഒരു പ്രകടനമാണ് ഒരു ഏരിയയിൽ നടന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം വീണ്ടും ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പിന്തുണ, സർക്കാരിന് വലിയ പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടന്നു വരുന്നു എന്ന തരത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മേഖലയും സുരക്ഷിതമല്ല. സർക്കാർ തലത്തിലുള്ള ഉദ്യോഗങ്ങൾ, ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, അത് മന്ത്രിമാർ, പ്രധാനമന്ത്രി അടക്കമുള്ളവരൊക്കെ വലിയ രീതിയിലുള്ള ബങ്കറുകളിലാണ്. അപ്പോൾ ബങ്കർ എന്ന് പറയുന്ന സമയത്ത് സർക്കാർ തലത്തിലുള്ള VIP ബങ്കറുകളും VVIP ബങ്കറുകളും എല്ലാം ഉണ്ട്. അപ്പോൾ VVIP ബങ്കറിനെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതർ താമസിക്കുന്നത് എന്ന് പറയുന്നു. വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയകളിലും ഇപ്പോൾ അവരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഈ ബങ്കർ നിർമ്മിക്കപ്പെട്ടത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ബങ്കർ നിർമ്മിക്കപ്പെട്ടത് ഈ ഭൂപ്രദേശത്തേക്ക് മിസൈൽ വീണാൽ ആ ഭൂപ്രദേശം തുളച്ച് ഇറങ്ങാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് ഈ പറയപ്പെട്ട ബങ്കറുകളെല്ലാം. ഇസ്രായേൽ നിർമ്മിച്ചത് ഈ ബങ്കറുകൾ എന്ന് വെച്ചാൽ VVIP ബങ്കറുകൾ, അങ്ങനെ ആണ് അതിന് നാമകരണം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയ. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സംശയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ്റെ ആണവ ശേഖരവും ശക്തിയുമല്ല അവരുടെ കൈവശത്തിലുള്ളത് എന്നുള്ളത് ഉറപ്പായി. യുദ്ധം തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ അവർ തിരിച്ചടിയോടുകൂടി ഏറെക്കുറെ ഉറപ്പായി. ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം അവർ വളരെ സിമ്പിളായ രീതിയിൽ ആ പണി അവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അതായത് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ വലിയൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ ബങ്കർ തുളച്ചുകൊണ്ടും അടിഭാഗത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകൾ അവരുടെ കൈവശത്തിലുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും ഒരു പഠനവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തുകയാണ്. അപ്പോൾ അവർക്ക് ഈ നിൽക്കുന്ന ബങ്കർ പോലും സുരക്ഷിതമല്ലെന്ന് അവർക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. തിരിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ബങ്കറുകളില്ല. അങ്ങനത്തെ ഒരു സംവിധാനം അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നവരല്ല. ഇസ്രായേൽ യുദ്ധം പ്രതീക്ഷിക്കുന്നവരാണ്. അതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നവരല്ല, അതിൻ്റെ സംവിധാനം ചെയ്തിട്ടില്ല. മാത്രമല്ല അവിടെ സൈറൻ മുഴങ്ങുന്ന രീതികളില്ല,
സമാനമായ രീതിയിലുള്ള മെസ്സേജ് വരുന്ന രീതികളില്ല. അവർ നടത്തുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ പറക്കുന്നു, ബോംബ് സ്ഫോടനം നടത്തുന്നു, ആ പ്രവൃത്തിയാണ്. അതിൽ ഇരയാകുന്നവർ ഇരയാകുന്നു, മരിക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം ഈ കാര്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കില്ല. തിരിച്ചിങ്ങോട്ടാണെങ്കിൽ വലിയ സുരക്ഷിത്വം പ്രതിരോധ സംവിധാനം ഇസ്രായേലുണ്ട്. എന്നാൽ ആ പ്രതിരോധത്തെയും അതിൻ്റെ സംവിധാനം കൊണ്ടും ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രീയം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.